കർത്താവിൽ ഉറച്ച വിശ്വാസ ജീവിതം മനുഷ്യന്റെ ആത്മാവിൽ ഉദിക്കുന്ന ദിവ്യപ്രഭയായി നിലകൊള്ളുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് സാന്ത്വന സ്വരത്തിൽ അരുളിച്ചെയ്തു, എന്റെ പ്രിയരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. വിശ്വാസം വിതച്ച ഹൃദയം ഭയത്തിൽ വിറയുകയില്ല. സംശയത്തിന്റെ കാറ്റുകൾ വീശിയാലും അത് പതറുകയില്ല. അവന്റെ വാക്കുകൾ ആകാശത്തിൽ നിന്ന് ചൊരിയുന്ന മഞ്ഞുതുള്ളി പോലെ അവരുടെ ആത്മാവിൽ പതിച്ചു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുവിൻ, സത്യത്തിൽ നിലകൊള്ളുവിൻ, കരുണയിൽ വളരുവിൻ എന്നു അവൻ വീണ്ടും പറഞ്ഞു. അവന്റെ സന്നിധിയിൽ ഇരുന്നവർ അവന്റെ മുഖകാന്തിയിൽ ദൈവസ്നേഹത്തിന്റെ തിളക്കം കണ്ടു. വിശ്വാസം ഒരു വിത്തുപോലെയാണ് എന്നു കർത്താവ് അരുളിച്ചെയ്തു. അത് ചെറിയതായിരിക്കും, പക്ഷേ അത് ഹൃദയത്തിന്റെ മണ്ണിൽ പതിക്കുമ്പോൾ മഹത്തായ വൃക്ഷമായി വളരും. അതിന്റെ നിഴലിൽ ക്ഷീണിതരായവർ വിശ്രമം പ്രാപിക്കും. അതിന്റെ ഫലത്തിൽ വിശപ്പുള്ളവർ തൃപ്തരാകും. ശിഷ്യന്മാർ അത്ഭുതത്തോടെ അവന്റെ മുഖം നോക്കി. അവരുടെ ഉള്ളിൽ ഒരു ദീപം തെളിഞ്ഞു. അവൻ പറയുന്ന ഓരോ വാക്കും അവരെ ശക്തിപ്പെടുത്തി. നിങ്ങളുടെ വഴിയിൽ കല്ലുകൾ നിറഞ്ഞാലും വിശ്വാസം നിങ്ങളുടെ കാൽപ്പാടുകൾക്ക് ഉറപ്പാകും. ഇരുട്ട് കവിഞ്ഞാലും ഞാൻ നിങ്ങളുടെ പ്രകാശമാകും. അവൻ അവരുടെ ഹൃദയങ്ങൾ അറിയുന്നവനായിരുന്നു. ചിലർ ദുർബലരായിരുന്നു, ചിലർ ആശങ്കകളാൽ അലഞ്ഞിരുന്നു, ചിലർ ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടു. എന്നാൽ യേശു പറഞ്ഞു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവർ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്യുന്നില്ല, എങ്കിലും പിതാവിന്റെ കരുതലിൽ അവർ ജീവിക്കുന്നു. നിങ്ങൾ അവരെക്കാൾ വിലയേറിയവർ അല്ലയോ? നിങ്ങളുടെ ഓരോ കണ്ണീരും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ഭയങ്ങൾ അകന്നു. വിശ്വാസജീവിതം പുറമേ കാണിക്കുന്ന ഭക്തിയല്ല, അത് ഹൃദയത്തിന്റെ ആഴത്തിൽ ജനിക്കുന്ന സമർപ്പണം ആകുന്നു എന്നു അവൻ പഠിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദത്തിന്റെ ഉയരം കാണിക്കേണ്ടതില്ല, മറിച്ച് ആത്മാവിന്റെ വിനയം കാണിക്കുവേൻ. ദൈവം ഹൃദയം അന്വേഷിക്കുന്നു. അവൻ ഭക്തിയുടെ അലങ്കാരം നോക്കുകയില്ല. അവൻ സ്നേഹത്തിന്റെ സത്യതയാണ് കാണുന്നത്. ശിഷ്യന്മാരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവർ തങ്ങളുടെ ദുർബലതകളെ ഓർത്തു ലജ്ജിച്ചു. എന്നാൽ അവന്റെ സ്നേഹം അവരെ വീണ്ടും ഉയർത്തി. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നു കർത്താവ് വീണ്ടും അരുളിച്ചെയ്തു. വിശ്വാസം സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നു, ക്ഷമയിൽ പൂർത്തിയാകുന്നു. നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്കു പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ തള്ളിപ്പറയുന്നവരെ അനുഗ്രഹിക്കുവിൻ. അതുവഴി നിങ്ങളുടെ ഹൃദയം സ്വർഗരാജ്യത്തിന്റെ രൂപം കൈക്കൊള്ളും. അവന്റെ വാക്കുകൾ കടുപ്പമുള്ളതായിരുന്നെങ്കിലും കരുണയുടെ മൃദുത്വം അവയിൽ നിറഞ്ഞിരുന്നു. വിശ്വാസം പരീക്ഷണങ്ങളിലൂടെ ശക്തമാകുന്നു എന്നു അവൻ പറഞ്ഞു. വേദന വന്നാൽ നിങ്ങൾ തകർന്നു പോകാതിരിക്കുവിൻ. അത് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. അഗ്നിയിൽ ചുട്ടെടുക്കുന്ന പൊന്നുപോലെ നിങ്ങളുടെ വിശ്വാസം ശുദ്ധമാകും. ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിലെ കഠിന നിമിഷങ്ങളെ ഓർത്തു, എന്നാൽ ഇപ്പോൾ അവയ്ക്ക് പുതിയ അർത്ഥം ലഭിച്ചു. നിങ്ങളുടെ ഹൃദയം ലോകസമ്പത്തിൽ അടിയറവിടരുത് എന്നു കർത്താവ് മുന്നറിയിപ്പ് നൽകി. നശ്വരമായ വസ്തുക്കൾക്ക് പകരം നിത്യസത്യത്തിൽ ഉറച്ചു നിൽക്കുവിൻ. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ സമാധാനം പ്രാപിക്കൂ. അവന്റെ വാക്കുകൾ സമുദ്രത്തിന്റെ ആഴം പോലെ ഗൗരവമുള്ളതായിരുന്നു. എന്നിൽ നിലനിൽക്കുവിൻ എന്നു അവൻ അരുളിച്ചെയ്തു. വള്ളിയിൽ ചേർന്നിരിക്കുന്ന കൊമ്പുപോലെ നിങ്ങൾ എന്നിൽ ചേർന്നിരിക്കുമ്പോൾ ഫലം കായ്ക്കും. എന്നിൽ നിന്ന് വേർപെട്ടാൽ നിങ്ങൾ ക്ഷീണിക്കും. ശിഷ്യന്മാർ അവന്റെ അടുത്തേക്ക് അടുക്കി. അവന്റെ സാന്നിധ്യം അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി. ദുർബലനായവനെ നിരസിക്കരുത്, വീണുപോയവനെ ഉയർത്തുവിൻ എന്നു അവൻ പറഞ്ഞു. നിങ്ങൾക്കു ലഭിച്ച കരുണ മറ്റുള്ളവർക്കു നൽകുവിൻ. അതാണ് വിശ്വാസ ജീവിതത്തിന്റെ സാക്ഷ്യം. അവന്റെ വാക്കുകൾ ഹൃദയത്തിൽ പതിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ കരുണയുടെ ഉറവ് തുറന്നു. നിങ്ങൾ വഴിതെറ്റിയാൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും എന്നു കർത്താവ് ഉറപ്പു നൽകി. നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, ഞാൻ അകത്തുവന്നു സമാധാനം നൽകും. അവന്റെ ശബ്ദം പ്രഭാതപ്രകാശം പോലെ മൃദുവായിരുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും ക്ഷയിക്കുന്നു. ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവിൻ, വചനത്തിൽ ധ്യാനിക്കുവിൻ, സ്നേഹത്തിൽ പ്രവർത്തിക്കുവിൻ. വിശ്വാസം അഭ്യാസത്തിലൂടെ വളരും. ഓരോ ദിവസവും ദൈവത്തെ അന്വേഷിക്കുവിൻ, നിങ്ങളുടെ ആത്മാവ് പുതുക്കപ്പെടും. ക്ഷമ പഠിക്കുവിൻ എന്നു അവൻ വീണ്ടും പറഞ്ഞു. ക്ഷമയില്ലാത്ത ഹൃദയം ഭാരമേറിയ കല്ലുപോലെ താഴേക്ക് വലിക്കുന്നു. ക്ഷമിച്ചാൽ നിങ്ങൾ സ്വതന്ത്രരാകും. അവന്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ മാറ്റം വരുത്തി. അവർ പഴയ വിരോധങ്ങൾ വിട്ടുകളയാൻ തീരുമാനിച്ചു. വിശ്വാസം ഭയത്തെ നീക്കുന്നു എന്നു കർത്താവ് പറഞ്ഞു. ഭയം ഇരുട്ടിന്റെ ശബ്ദമാണ്, വിശ്വാസം പ്രകാശത്തിന്റെ ഗാനം ആകുന്നു. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകുവിൻ. അവന്റെ മുഖത്ത് ദിവ്യപ്രഭ തെളിഞ്ഞിരുന്നു. നിങ്ങളുടെ ജീവിതം ഒരു യാഗമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ എന്നു അവൻ അരുളിച്ചെയ്തു. സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ മഹത്തായവയാണ്. വിനയം നിങ്ങളുടെ അലങ്കാരമാകട്ടെ, സത്യനിഷ്ഠ നിങ്ങളുടെ വസ്ത്രമാകട്ടെ. ശിഷ്യന്മാർ അവന്റെ പാദസമീപത്ത് മുട്ടുകുത്തി. അവരുടെ ഹൃദയം നിറഞ്ഞു. അവർ സമാധാനത്തിന്റെ ആഴം അനുഭവിച്ചു. യേശു അവരെ അനുഗ്രഹിച്ചു, എന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ.
ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങളെക്കു നൽകുന്നു. നിങ്ങളുടെ ആത്മാവ് കലങ്ങരുത്. അവൻ പിന്നെയും പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷികളാകുവേൻ. നിങ്ങൾ കാണുന്ന കരുണ ലോകത്തോട് പങ്കിടുവേൻ. നിങ്ങൾ അനുഭവിക്കുന്ന സത്യത്തെ മറച്ചുവെക്കരുത്. അവന്റെ ശബ്ദം ഉറച്ചതും സ്നേഹപൂർവവുമായിരുന്നു. കഷ്ടതകൾ വന്നാൽ നിങ്ങൾ ഓർക്കുവിൻ, ഞാൻ നിങ്ങളോടുകൂടെ എന്നു അവൻ പറഞ്ഞു. നിങ്ങൾ ഒറ്റക്കല്ല, പിതാവിന്റെ കരങ്ങൾ നിങ്ങളെ ചുറ്റിയിരിക്കുന്നു. ഈ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ വൃക്ഷമായി വളർന്നു. വിശ്വാസം യാത്രയാണ് എന്നു കർത്താവ് ഉപദേശിച്ചു. ഓരോ ചുവടിലും ദൈവത്തെ ആശ്രയിക്കുവിൻ. നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കരുത്. ദൈവത്തിന്റെ മാർഗനിർദ്ദേശം തേടുവിൻ. ശിഷ്യന്മാർ അതു കേട്ട് തലകുനിച്ചു. നിങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്കുയർത്തുവിൻ എന്നു അവൻ പറഞ്ഞു. ഭൂമിയിലെ ദുഃഖങ്ങൾ താൽക്കാലികമാണ്. നിത്യാനന്ദം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു. അവന്റെ വാക്കുകൾ അവരെ ധൈര്യപ്പെടുത്തി. അവസാനം അവൻ അരുളി ചെയ്തു, എന്നിൽ ഉറച്ചു നിൽക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല. നിങ്ങളുടെ വിശ്വാസം മലകളെ നീക്കാൻ കഴിയുന്ന ശക്തിയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ ആകുന്നു. സ്നേഹത്തിൽ വളരുവിൻ, സത്യത്തിൽ നിലകൊള്ളുവിൻ, സമാധാനത്തിൽ നടക്കുവിൻ. അവന്റെ ശിഷ്യന്മാർ ആ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അവരുടെ ജീവിതം മാറി. അവർ വിശ്വാസത്തിൽ ഉറച്ചു, സ്നേഹത്തിൽ നിറഞ്ഞു, കരുണയിൽ സമൃദ്ധരായി. കർത്താവിൽ ഉറച്ച വിശ്വാസ ജീവിതം അവരുടെ ആത്മാവിന്റെ ശ്വാസമായി മാറി. അവർ നടന്നിടത്തെല്ലാം സമാധാനത്തിന്റെ സുഗന്ധം പരന്നു. അവരുടെ വാക്കുകളിൽ ദൈവസ്നേഹത്തിന്റെ മൃദുത്വം നിറഞ്ഞു. അവർ അനുഭവിച്ച ദിവ്യസാന്നിധ്യം അവരെ നിത്യപ്രകാശത്തിലേക്ക് നയിച്ചു. കർത്താവിന്റെ സ്നേഹം അവരുടെ ഉള്ളിൽ ഒഴുകി. അവർ ആ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നു. അവരുടെ ആത്മാവ് ദൈവരാജ്യത്തിന്റെ പ്രതിഫലനമായി മാറി. കർത്താവിൽ ഉറച്ച വിശ്വാസ ജീവിതം ആത്മാവിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി ഉദിക്കുന്ന ഒരു ദിവ്യഗാനമാകുന്നു. യേശു തന്റെ പ്രിയ ശിഷ്യന്മാരെ ചുറ്റിനിന്ന് നോക്കി മൃദുവായി അരുളി ചെയ്തു, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വിതച്ച വിശ്വാസവിത്ത് സംരക്ഷിക്കുവേൻ. കാറ്റുകൾ വീശും, തിരമാലകൾ ഉയരും, മനുഷ്യരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കും. എങ്കിലും എന്റെ സ്നേഹത്തിൽ നിൽക്കുന്ന ഹൃദയം പതറുകയില്ല. ഞാൻ നിങ്ങളെ വിളിച്ചതും തിരഞ്ഞെടുത്തതും നിത്യജീവന്റെ വഴിയിൽ നടത്തുവാനാണ്. അവന്റെ ശബ്ദം പ്രഭാതത്തിൽ കേൾക്കുന്ന പക്ഷിഗാനത്തെപ്പോലെ ആത്മാവിനെ ഉണർത്തി. വിശ്വാസം കാണുന്നതിൽ ആശ്രയിക്കുന്നതല്ല എന്നു അവൻ പറഞ്ഞു, കാണാത്തതിൽ പ്രത്യാശയോടെ നിൽക്കുന്നതാണ്. ഇരുട്ട് നിങ്ങളുടെ മുമ്പിൽ പന്തലിച്ചാലും നിങ്ങൾ പ്രകാശത്തെ ഓർക്കുവിൻ, കാരണം ഞാൻ നിങ്ങളുടെ പ്രകാശമാകുന്നു. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞ വാതിൽ കാണുമ്പോൾ നിരാശരാകരുത്. പിതാവിന്റെ സമയത്ത് തുറക്കുന്ന വാതിൽ കൂടുതൽ മഹിമയുള്ളതായിരിക്കും. ശിഷ്യന്മാരിൽ ചിലർ മനസ്സിൽ സംശയങ്ങൾ വച്ചിരുന്നു. അത് കർത്താവ് അറിഞ്ഞു. അവൻ അവരോട് അരുളി ചെയ്തു, സംശയം മനുഷ്യഹൃദയത്തിൽ മുളയ്ക്കുന്ന ഒരു നിഴലാണ്, എന്നാൽ വിശ്വാസം അതിനെ നീക്കുന്ന സൂര്യപ്രകാശം ആകുന്നു. നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് മുന്നിൽ കൊണ്ടുവരുവിൻ, ഞാൻ അവയെ സത്യത്തിന്റെ വെളിച്ചത്തിൽ ഉരുക്കും. നിങ്ങളുടെ ദുർബലതകൾ മറച്ചുവെക്കേണ്ടതില്ല, ഞാൻ കരുണയുടെ ഉറവാകുന്നു. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവിൻ എന്നു അവൻ വീണ്ടും പറഞ്ഞു. വാക്കുകളുടെ ഭംഗി ഞാൻ അന്വേഷിക്കുന്നില്ല, തകർന്ന ഹൃദയത്തിന്റെ നിശബ്ദ നിലവിളിയാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്ന രാത്രികളിൽ എന്റെ നാമം വിളിക്കുവിൻ. നിങ്ങളുടെ ആത്മാവിൽ സമാധാനത്തിന്റെ മൃദുസ്പർശം അനുഭവിക്കും. പിതാവിന്റെ സന്നിധി ദൂരെയല്ല, വിനയത്തോടെ തിരിയുന്ന ഹൃദയത്തിന് അത് അടുത്തിരിക്കുന്നു. അവൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ഒരു ഇടയൻ തന്റെ ആടുകളെ വിളിക്കുമ്പോൾ അവ അവന്റെ ശബ്ദം തിരിച്ചറിയുന്നു. അതുപോലെ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുവാൻ പഠിക്കുവേൻ. ലോകത്തിന്റെ പല ശബ്ദങ്ങൾ നിങ്ങളെ വിളിക്കും. ചിലത് മധുരമായിരിക്കും, ചിലത് ഭീതിജനകമായിരിക്കും. എന്നാൽ എന്റെ ശബ്ദം സമാധാനം നൽകുന്നു. അതിൽ സത്യമുണ്ട്, അതിൽ സ്നേഹമുണ്ട്. കഷ്ടതകളെ ഭയപ്പെടരുത് എന്നു അവൻ അരുളി ചെയ്തു. കഷ്ടത വിശ്വാസത്തിന്റെ ശില്പശാലയാണ്. അവിടെ ആത്മാവ് ശുദ്ധമാകുന്നു. കണ്ണുനീർ ചൊരിയുന്ന നിമിഷങ്ങൾ നിഷ്ഫലമല്ല. ഓരോ കണ്ണുനീരും പിതാവിന്റെ കരങ്ങളിൽ ശേഖരിക്കപ്പെടുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങളുടെ ഉള്ളിൽ കരുണ വളർത്തുന്നു. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ നിങ്ങളെ തയ്യാറാക്കുന്നു. ശിഷ്യന്മാർ അവന്റെ പാദസമീപത്ത് മുട്ടുകുത്തി. അവർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ക്ഷീണിക്കുന്നു. യേശു സ്നേഹത്തോടെ മറുപടി നൽകി, ക്ഷീണിച്ച ആത്മാവേ, എന്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളെ വിശ്രമിപ്പിക്കും. എന്റെ നുകം എളുപ്പമാണ്, എന്റെ ഭാരം ലഘുവാണ്. നിങ്ങൾ സ്വയം എല്ലാം ചുമക്കേണ്ടതില്ല. നിങ്ങളുടെ ഭാരങ്ങൾ എനിക്കു ഏൽപ്പിക്കുവിൻ. അവൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, പരസ്പരം ഭാരമേറ്റുകൊള്ളുവിൻ. ഒരുവൻ വീഴുമ്പോൾ മറ്റൊരുവൻ ഉയർത്തുവിൻ. അതാണ് സ്നേഹത്തിന്റെ നിയമം. വിശ്വാസം ഒറ്റയ്ക്കുള്ള യാത്രയല്ല, അത് സഹോദര സ്നേഹത്തിൽ വളരുന്ന ബന്ധമാണ്. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് കരയുമ്പോൾ, ഒരുമിച്ച് സന്തോഷിക്കുമ്പോൾ എന്റെ സാന്നിധ്യം നിങ്ങളിൽ തെളിയുന്നു. നിങ്ങളുടെ ഹൃദയം വിനയത്തോടെ നിറയട്ടെ എന്നു അവൻ പഠിപ്പിച്ചു. അഹങ്കാരം ആത്മാവിനെ വരണ്ട നിലമാക്കുന്നു, വിനയം അതിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. നിങ്ങൾക്കു ലഭിച്ച ദാനങ്ങൾ നിങ്ങളുടെ മഹത്വത്തിനല്ല, ദൈവത്തിന്റെ മഹത്വത്തിനാണ്.
നിങ്ങളെ ഉയർത്തുന്നവൻ പിതാവാണ്, നിങ്ങളെ നിലനിർത്തുന്നവൻ അവനാണ്. അവൻ വീണ്ടും അരുളിച്ചെയ്തു, ക്ഷമിക്കാൻ പഠിക്കുവേൻ. നിങ്ങളെ വേദനിപ്പിച്ചവരുടെ പേരുകൾ ഓർത്തപ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാവുന്നുവെങ്കിൽ എന്റെ സ്നേഹത്തെ ഓർക്കുവേൻ. ഞാൻ നിങ്ങളെ ക്ഷമിച്ചതുപോലെ നിങ്ങൾക്കും ക്ഷമിക്കുവേൻ. ക്ഷമിച്ച ഹൃദയം സ്വതന്ത്രമാവുന്നു, വൈരാഗ്യം പിടിച്ച ഹൃദയം ബന്ധനത്തിലാകുന്നു. വിശ്വാസം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തയോടെ തുടങ്ങുന്നു എന്നു കർത്താവ് പറഞ്ഞു. നിങ്ങൾക്ക് ഏൽപ്പിച്ച ചെറിയ ഉത്തരവാദിത്വങ്ങൾ സത്യസന്ധതയോടെ നിറവേറ്റുവേൻ. പിതാവ് രഹസ്യത്തിൽ കാണുന്നു, അവൻ മറഞ്ഞുള്ള സ്നേഹപ്രവൃത്തികളെ വിലമതിക്കുന്നു. ആളുകളുടെ പ്രശംസ തേടരുത്, ദൈവസന്നിധിയിലെ സന്തോഷം മതിയാകട്ടെ. അവൻ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, വിത്ത് മണ്ണിൽ വീണു മരിക്കുമ്പോൾ മാത്രമേ ഫലം കായ്ക്കൂ. അതുപോലെ നിങ്ങളുടെ സ്വാർത്ഥ ഇച്ഛകൾ വിട്ടുകൊടുക്കുമ്പോൾ ആത്മാവിൽ നിത്യഫലം ഉണ്ടാകും. സമർപ്പണത്തിൽ നഷ്ടമെന്നു തോന്നുന്നതു യാഥാർത്ഥ്യത്തിൽ ലാഭമാകുന്നു. ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ശുദ്ധരാകാം? യേശു മറുപടി നൽകി, നിങ്ങളുടെ ഹൃദയം എന്നിൽ ചേർത്തുവയ്ക്കുവേൻ. പുറത്തുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ മലിനമാക്കുന്നില്ല, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദുഷ്ടചിന്തകളാണ് മലിനമാക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ സത്യത്തിൽ ആഴ്ത്തുവിൻ, നിങ്ങളുടെ വാക്കുകൾ കരുണയിൽ നനയട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾ നീതിയിൽ നിറയട്ടെ. നിങ്ങൾ എന്റെ ദ്രാക്ഷാവള്ളിയുടെ കൊമ്പുകളാകുന്നു എന്നു അവൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്നിൽ നിലനിൽക്കാത്ത കൊമ്പ് വരണ്ടുപോകും, എന്നാൽ എന്നിൽ ചേർന്നിരിക്കുന്ന കൊമ്പ് സമൃദ്ധമായ ഫലം കായ്ക്കും. പ്രാർത്ഥനയും ധ്യാനവും നിങ്ങളെ എന്നോട് ചേർത്തു നിർത്തുന്നു. എന്റെ സ്നേഹം നിങ്ങളുടെ രക്തധാരയിൽ ഒഴുകുന്നതുപോലെ അനുഭവിക്കുവിൻ. അവൻ ഒരു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ പറഞ്ഞു, ശാന്തത പഠിക്കുവിൻ. അനാവശ്യമായ വാക്കുകൾ ആത്മാവിനെ ക്ഷീണിപ്പിക്കുന്നു. നിശബ്ദതയിൽ പിതാവിന്റെ ശബ്ദം കേൾക്കാം. ആത്മാവിന്റെ ആഴങ്ങളിൽ ഞാൻ സംസാരിക്കുന്നു, കേൾക്കാൻ തയ്യാറായ ഹൃദയം വേണം. ഭാവിയെക്കുറിച്ച് അതിയായി ചിന്തിക്കരുത് എന്നു അവൻ അരുളിച്ചെയ്തു. നാളെ തന്റെ കാര്യങ്ങൾ നോക്കും. ഇന്നത്തെ ദിവസത്തിൽ വിശ്വസ്തരാകുവിൻ. ഓരോ പ്രഭാതവും ഒരു പുതുനുഗ്രഹമാണ്. നിങ്ങൾ ശ്വാസമെടുക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനം ആവുന്നു. അവൻ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു, എന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കലഹത്തിനിടയിൽ സമാധാനമായി നിൽക്കുവിൻ, വൈരത്തിനിടയിൽ സ്നേഹമായി നിൽക്കുവിൻ, അനീതിക്കിടയിൽ നീതിയായി നിൽക്കുവിൻ. നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ പിതാവിന്റെ മഹത്വം നിങ്ങളിൽ തെളിയും. വിശ്വാസം മലകളെ നീക്കുന്നു എന്നു അവൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അതിന്റെ മഹത്വം പുറമെയുള്ള അത്ഭുതങ്ങളിൽ മാത്രമല്ല, തകർന്ന ഹൃദയം സുഖപ്പെടുന്നതിലാണ്, വഴിതെറ്റിയ ആത്മാവ് തിരിഞ്ഞുവരുന്നതിലാണ്, ക്ഷീണിച്ചവൻ വീണ്ടും എഴുന്നേൽക്കുന്നതിലാണ്. നിങ്ങളുടെ ജീവിതം അത്തരം അത്ഭുതങ്ങൾക്ക് വഴിയാകട്ടെ. സന്തോഷം സാഹചര്യങ്ങളിൽ നിന്നല്ല, പിതാവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് എന്നു അവൻ പഠിപ്പിച്ചു. നിങ്ങൾ ദുഃഖത്തിലായാലും എന്റെ സാന്നിധ്യം ഓർക്കുമ്പോൾ ആത്മാവിൽ ഒരു ആഴമുള്ള സന്തോഷം ഉദിക്കും. അത് ആരും കവർന്നെടുക്കാനാവില്ല. അവൻ തന്റെ കൈകൾ ഉയർത്തി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുവിൻ, വെളിച്ചമാകുവിൻ. നിങ്ങളുടെ വിശ്വാസം മറച്ചുവെക്കരുത്. വിനയത്തോടെ എന്നാൽ ധൈര്യത്തോടെ സത്യത്തിൽ നിൽക്കുവിൻ. മനുഷ്യരെ ഭയപ്പെടരുത്, പിതാവിനെ ആദരിക്കുവിൻ. ശിഷ്യന്മാർ അവന്റെ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അവർ മനസ്സിലാക്കി, വിശ്വാസ ജീവിതം ഒരു നിമിഷത്തിന്റെ വികാരമല്ല, ഓരോ ദിവസവും എടുത്ത തീരുമാനമാണ്. യേശു വീണ്ടും പറഞ്ഞു, നിങ്ങൾ വീണാൽ നിരാശരാകരുത്, എഴുന്നേൽക്കുവിൻ. ഞാൻ നിങ്ങളെ കൈപിടിച്ചു ഉയർത്തും. എന്റെ കരുണ പുതുതായി ഉദിക്കുന്ന പ്രഭാതം പോലെ ഓരോ ദിവസവും നിങ്ങളെ ചുറ്റും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നു അവൻ സമാപിച്ചു. നിങ്ങളുടെ ജീവിതം പിതാവിന്റെ കൈകളിൽ ഏൽപ്പിക്കുവിൻ. നിങ്ങളുടെ ആത്മാവ് എന്റെ സ്നേഹത്തിൽ വിശ്രമിക്കട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാ വഴികളിലും ഞാൻ നിങ്ങളോടുകൂടെ നടക്കും. കർത്താവിൽ ഉറച്ച വിശ്വാസ ജീവിതം നിത്യപ്രകാശത്തിലേക്കുള്ള വഴിയാണ്. അതിൽ നടക്കുവിൻ, അതിൽ സ്ഥിരരാകുവിൻ, അതിൽ സന്തോഷിക്കുവിൻ. കർത്താവിൽ ഉറച്ച വിശ്വാസ ജീവിതം ആത്മാവിന്റെ ശ്വാസം പോലെ നിത്യമായി ഒഴുകേണ്ട അനുഗ്രഹധാരയാണ്. യേശു തന്റെ പ്രിയരായ ശിഷ്യന്മാരെ സ്നേഹനോട്ടത്തോടെ നോക്കി അരുളിച്ചെയ്തു, എന്റെ മക്കളെ, നിങ്ങൾ എന്നിൽ വേരൂന്നിയ വൃക്ഷങ്ങളാകുവിൻ. കാറ്റുകൾ ശക്തമായി വീശുമ്പോഴും വേരുകൾ ആഴത്തിൽ പറ്റിയാൽ വൃക്ഷം നിലനിൽക്കും. അതുപോലെ നിങ്ങളുടെ വേരുകൾ ദൈവസ്നേഹത്തിൽ ആഴ്ത്തുവിൻ. പുറമേയുള്ള സാഹചര്യങ്ങൾ മാറിയാലും ഉള്ളിലെ വിശ്വാസം ഉറച്ചു നിൽക്കട്ടെ. അവൻ തുടർന്നു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഒരു വിശുദ്ധാലയമാണ്. അവിടെ ഭയം വസിക്കരുത്, അവിടെ സംശയം അധികാരം പിടിക്കരുത്. പകരം സ്നേഹവും സത്യവും വാഴട്ടെ. നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. എന്റെ സാന്നിധ്യം നിങ്ങളുടെ ചിന്തകളെ ശുദ്ധമാക്കും, നിങ്ങളുടെ വാക്കുകളെ മൃദുവാക്കും, നിങ്ങളുടെ പ്രവൃത്തികളെ കരുണയാൽ നിറയ്ക്കും. ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, കർത്താവേ, ചിലപ്പോൾ ഞങ്ങൾ ഏകാകികളായി തോന്നുന്നു. യേശു സാന്ത്വനത്തോടെ മറുപടി നൽകി, ഏകാന്തതയിൽ പോലും നിങ്ങൾ ഒറ്റക്കല്ല. പിതാവിന്റെ കണ്ണ് നിങ്ങളിൽ നിന്നും മാറുന്നില്ല. നിങ്ങൾ രാത്രി നിശബ്ദതയിൽ കണ്ണുനീർ ചൊരിയുമ്പോൾ
ആ കണ്ണുനീർ വെറുതെയാകുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖം എന്റെ ഹൃദയത്തിലും സ്പർശിക്കുന്നു. അവൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കുശവൻ മണ്ണിനെ കൈകളിൽ എടുത്ത് രൂപം നൽകുന്നു. മണ്ണ് നിശബ്ദമായി അവന്റെ കൈകളിൽ സമ്മതിച്ചാൽ മനോഹരമായ പാത്രമാകുന്നു. അതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ സമ്മതിക്കുവിൻ. നിങ്ങളുടെ ജീവിതം അവൻ രൂപപ്പെടുത്തട്ടെ. ചിലപ്പോൾ അമർത്തലുണ്ടാകും, ചിലപ്പോൾ വേദനയുണ്ടാകും, എന്നാൽ അവൻ സൃഷ്ടിക്കുന്ന രൂപം മഹത്വമുള്ളതായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ ജാഗ്രതയോടെ സൂക്ഷിക്കുവിൻ എന്നു അവൻ മുന്നറിയിപ്പ് നൽകി. ഹൃദയത്തിൽ വിതയ്ക്കുന്ന ചിന്തകൾ പിന്നീട് പ്രവൃത്തികളായി വിരിയും. അസൂയും വൈരാഗ്യവും വിതച്ചാൽ വേദനയുടെ ഫലം ലഭിക്കും. സ്നേഹവും ക്ഷമയും വിതച്ചാൽ സമാധാനത്തിന്റെ ഫലം ലഭിക്കും. നിങ്ങളുടെ ഹൃദയം നല്ല വിത്തുകൾക്കായി ഒരുക്കുവിൻ. അവൻ ശിഷ്യന്മാരുടെ കൈകൾ പിടിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചു നിൽക്കുവിൻ. വിഭജനത്തിന്റെ ആത്മാവ് നിങ്ങളെ വേർതിരിക്കാൻ ശ്രമിക്കും, എന്നാൽ സ്നേഹം നിങ്ങളെ ഒന്നിപ്പിക്കുന്നു. പരസ്പരം സഹിക്കുവിൻ, പരസ്പരം പ്രാർത്ഥിക്കുവിൻ, പരസ്പരം സന്തോഷിക്കുവിൻ. സഹോദര സ്നേഹത്തിൽ ദൈവസന്നിധി തെളിയുന്നു. വിശ്വാസം കാണാനാവാത്ത ഒരു പാലമാണ് എന്നു അവൻ വിശദീകരിച്ചു. അത് നിങ്ങളെ ഭയത്തിന്റെ തീരത്തുനിന്ന് സമാധാനത്തിന്റെ തീരത്തേക്കു നടത്തുന്നു. നിങ്ങൾ ആ പാലത്തിൽ നടക്കുമ്പോൾ താഴെയുള്ള തിരമാലകളെ നോക്കി ഭയപ്പെടരുത്. പകരം എന്റെ കൈ പിടിക്കുവിൻ. ഞാൻ നിങ്ങളെ സുരക്ഷിതമായി കടത്തിക്കൊണ്ടുപോകും. അവൻ വീണ്ടും അരുളി ചെയ്തു, നിങ്ങൾ ലോകത്തിൽ വെളിച്ചമാകുവിൻ എന്നു ഞാൻ വിളിച്ചിരിക്കുന്നു. ഇരുട്ടിനെ ശപിക്കാതെ വെളിച്ചം തെളിയിക്കുവിൻ. നിങ്ങളുടെ സ്നേഹം ചെറിയ ദീപമായാലും മതിയാകുന്നു. അത് പലരുടെ ഹൃദയത്തിൽ പ്രത്യാശ തെളിയിക്കും. ദുർബലരുടെ അടുത്തു ചെന്നു ആശ്വാസവാക്കുകൾ പറവിൻ, വീണുപോയവരെ ഉയർത്തുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കുവിൻ എന്നു അവൻ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഇച്ഛയല്ല, പിതാവിന്റെ ഇച്ഛ പൂർത്തിയാകട്ടെ എന്നു സമർപ്പിക്കുവിൻ. ദൈവത്തിന്റെ പദ്ധതി പലപ്പോഴും നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായിരിക്കും, എന്നാൽ അതിൽ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ നന്മക്കായി തടഞ്ഞുവെക്കപ്പെട്ടിരിക്കാം. ശിഷ്യന്മാർ നിശബ്ദമായി കേട്ടു. യേശു അവരുടെ ഹൃദയങ്ങളിൽ നോക്കി പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഭയങ്ങളെ എനിക്കു ഏൽപ്പിക്കുവിൻ. നിങ്ങൾക്ക് തോന്നുന്ന അപര്യാപ്തതകളെക്കുറിച്ച് വിഷമിക്കരുത്. ഞാൻ ദുർബലരെ ശക്തരാക്കുന്നു, ചെറിയവരെ മഹത്വപ്പെടുത്തുന്നു, തകർന്നവരെ പുനർനിർമ്മിക്കുന്നു. അവൻ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ഒരു വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞുകിടക്കുമ്പോൾ അത് ഇരുട്ടിലാണെന്ന് തോന്നും, എന്നാൽ അതിനുള്ളിൽ ജീവൻ പ്രവർത്തിക്കുന്നു. സമയമാകുമ്പോൾ അത് മുളയ്ക്കും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ മറഞ്ഞിരിക്കുന്നതുപോലെ തോന്നാം, എന്നാൽ പിതാവിന്റെ സമയത്ത് ഫലം കാണും. ക്ഷമയുടെ പാത തിരഞ്ഞെടുക്കുവിൻ എന്നു അവൻ പറഞ്ഞു. വൈരാഗ്യം പിടിച്ചു നിൽക്കുന്നത് വിഷം കുടിക്കുന്നതുപോലെയാണ്. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശുദ്ധമാവുന്നു. എന്റെ ക്രൂശിലെ സ്നേഹം ഓർക്കുവിൻ, അവിടെ ഞാൻ ക്ഷമയുടെ പൂർണ്ണത വെളിപ്പെടുത്തി. സന്തോഷം പഠിക്കുവിൻ എന്നു അവൻ വീണ്ടും പറഞ്ഞു. ചെറിയ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുവിൻ. ഓരോ ശ്വാസവും ദാനമാണ്, ഓരോ പ്രഭാതവും പുതുതായി ലഭിക്കുന്ന കരുണയാണ്. നന്ദിയുള്ള ഹൃദയം പരാതിയെ അകറ്റുന്നു. അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷികളാകുവിൻ. നിങ്ങളുടെ ജീവിതം സാക്ഷ്യം പറയട്ടെ. വാക്കുകൾക്കപ്പുറം നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. സത്യത്തിൽ നിൽക്കുന്നതിന് ചിലപ്പോൾ വില കൊടുക്കേണ്ടിവരും, എന്നാൽ സത്യത്തിൽ നിലകൊള്ളുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിശബ്ദതയിൽ ധ്യാനിക്കുവിൻ എന്നു അവൻ ഉപദേശിച്ചു. ആത്മാവിന്റെ ആഴങ്ങളിൽ ദൈവത്തിന്റെ സ്പർശം അനുഭവിക്കുവിൻ. വേഗതയുള്ള ചിന്തകൾ നിങ്ങളെ ക്ഷീണിപ്പിക്കും, എന്നാൽ ശാന്തമായ മനസ്സ് ദൈവത്തെ തിരിച്ചറിയും. നിങ്ങളുടെ ഹൃദയം തിരക്കുകളിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. അവൻ വീണ്ടും പറഞ്ഞു, ദരിദ്രരെയും ദുർബലരെയും മറക്കരുത്. നിങ്ങൾ അവർക്കു കാണിക്കുന്ന കരുണ എനിക്ക് തന്നെയാണ് കാണിക്കുന്നത്. സേവനം വിശ്വാസത്തിന്റെ പൂക്കാലമാണ്. സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ സേവനങ്ങൾ നിത്യഫലം കായ്ക്കും. ഭയപ്പെടരുത് എന്നു അവൻ ആവർത്തിച്ചു. നിങ്ങളുടെ യാത്ര ദൈർഘ്യമുള്ളതായിരിക്കാം, വഴികൾ കുറുക്കുകളുള്ളതായിരിക്കാം, എന്നാൽ ഞാൻ മുമ്പായി നടക്കുന്നു. നിങ്ങൾ എന്റെ പാദചിഹ്നങ്ങൾ പിന്തുടരുവേൻ. ഞാൻ നിങ്ങളെ വഴികാട്ടും. ശിഷ്യന്മാർ അവന്റെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തി. അവരുടെ കണ്ണുകളിൽ പുതിയ പ്രത്യാശ തെളിഞ്ഞു. യേശു അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ സുഹൃത്തുക്കൾ ആകുന്നു. ഞാൻ നിങ്ങളെ സേവകരെന്നല്ല വിളിക്കുന്നത്, ഹൃദയം തുറന്ന സുഹൃത്തുക്കളായി വിളിക്കുന്നു. എന്റെ പിതാവിന്റെ ഇച്ഛ ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുന്നു. വിശ്വാസജീവിതം ഒരു തുടർച്ചയായ സമർപ്പണമാണ് എന്നു അവൻ വിശദീകരിച്ചു. ഓരോ ദിവസവും നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവേൻ. ഇന്നലെ നേടിയ അനുഭവത്തിൽ ആശ്രയിച്ച് നിൽക്കരുത്. ഇന്നത്തെ ദിവസത്തിൽ പുതുതായി എന്നെ അന്വേഷിക്കുവിൻ. അവൻ അവസാനമായി കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു, എന്റെ സമാധാനം നിങ്ങളിൽ നിറയട്ടെ. നിങ്ങളുടെ ഹൃദയം ഉറച്ചു നിൽക്കട്ടെ. നിങ്ങൾ കർത്താവിൽ ഉറച്ച വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിത്യപ്രകാശത്തിൽ നടത്തപ്പെടും.
നിങ്ങൾ വീണാലും ഞാൻ ഉയർത്തും, നിങ്ങൾ കരഞ്ഞാലും ഞാൻ ആശ്വസിപ്പിക്കും, നിങ്ങൾ വിളിച്ചാൽ ഞാൻ മറുപടി നൽകും. സ്നേഹത്തിൽ നടക്കുവിൻ, സത്യത്തിൽ നിലനിൽക്കുവിൻ, കരുണയിൽ വളരുവിൻ. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതം സ്വർഗരാജ്യത്തിന്റെ സാക്ഷ്യമാകും. കർത്താവിൽ ഉറച്ച വിശ്വാസ ജീവിതം ആത്മാവിന്റെ അടിത്തറയായി ഉറച്ചുനിൽക്കണം എന്ന് യേശു വീണ്ടും തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു. എന്റെ പ്രിയരെ, നിങ്ങളുടെ ഹൃദയം ചിതറിപ്പോകരുത്. തിരമാലകൾ ഉയർന്നാലും പാറമേൽ പണിത വീട് തകർന്നു പോകുകയില്ല. അതുപോലെ എന്റെ വചനത്തിൽ പണിത ജീവിതം പതറുകയില്ല. നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഓരോ സത്യവാക്കും നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു. അവൻ സ്നേഹത്തോടെ തുടർന്നു. നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന ചെറിയ വിശ്വാസദീപം സൂക്ഷിക്കുവിൻ. അത് മങ്ങിക്കിടക്കുമ്പോൾ പ്രാർത്ഥനയാൽ വീണ്ടും തെളിയിക്കുവിൻ. സംശയം കാറ്റായി വീശുമ്പോൾ സത്യത്തിന്റെ കൈകൊണ്ട് അതിനെ മൂടിക്കാക്കുവിൻ. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, നിങ്ങളുടെ ഓരോ ചുവടിലും ഞാൻ ഒപ്പമുണ്ട്. സ്നേഹമില്ലാത്ത വിശ്വാസം വരണ്ട വൃക്ഷം പോലെയാണ് എന്നു അവൻ പറഞ്ഞു. അതുകൊണ്ട് കരുണയിൽ വളരുവിൻ. ദുർബലരുടെ കൈ പിടിക്കുവിൻ, കണ്ണുനീർ തുടയ്ക്കുവിൻ, വേദന കേൾക്കുവിൻ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചാൽ എന്റെ അടുക്കൽ വരിക എന്നു കർത്താവ് ഉറപ്പു നൽകി. എന്റെ സാന്നിധ്യം നിങ്ങളെ പുതുക്കും. നിങ്ങളുടെ ആത്മാവ് സമാധാനത്തിൽ വിശ്രമിക്കട്ടെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ഒരിക്കലും നിരാശനാകുകയില്ല. ഞാൻ നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ നിത്യപ്രകാശവും ആകുന്നു.